നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെ കുറ്റപത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കുറച്ച് മാസങ്ങളായി വീണ വിജയൻ ഇപ്പോൾ ആരോപണ വിധേയയായി നിൽക്കുകയാണ്. അതിനിടയിലാണിപ്പോൾ തൈക്കണ്ടി കുടുംബത്തിന് വൻ തിരിച്ചടിയായി ഇപ്പോൾ മാസപ്പടി കേസ് വീണ്ടും മാറുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം. എക്സാലോജിക്കും ശശീന്ദ്രൻ കർത്തയും CMRLും സഹോദര സ്ഥാപനവും പ്രതികളാണ്. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2,70,00,000 രൂപ കൈപ്പറ്റിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചു. പ്രതികൾക്കെതിരെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, CMRL MD ശശീന്ദ്രൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത്. കമ്പനികാര്യ മന്ത്രാലയമാണ് SFIOക്ക് അനുമതി നൽകിയിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത്. SFIOയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ഇപ്പോൾ ഈ പറയുന്ന പ്രതികൾക്കെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടുന്ന പ്രതികൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. വീണയ്ക്കും എക്സാലോജിക്കിനും 2,70,00,000 രൂപയാണ് അനധികൃതമായി കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. CMRൽ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത്. ശശീന്ദ്രൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണ ടിക്കും ശശീന്ദ്രൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും CMRലിനുമെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. പ്രോസിക്യൂഷൻ അപേക്ഷ കിട്ടിയതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ തുടങ്ങാമെന്നാണ് ഇനിയിപ്പോൾ വന്നിട്ടുള്ള കുറ്റപത്രത്തിലടക്കം ഇനി ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത്. വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. ശശീന്ദ്രൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും എതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. 182 കോടി രൂപയുടെ വെട്ടിപ്പ് CMRൽ നടന്നെന്നാണ് കണ്ടെത്തൽ. ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ചുകാട്ടി കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയായിരുന്നു വെട്ടിപ്പ്. നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് എന്നുള്ളതാണ്. 2024 ജാനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ആദ്യം ആദായനികുതി വകുപ്പ്, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും പിന്നെ ROCയും ശരിവെച്ച മാസപ്പടിയാണ് ഇപ്പോൾ SFI അന്വേഷണത്തിലും തെളിയുന്നത്. സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ ഇനി നേരിടേണ്ടി വരുമെന്നതാണ് ഇനി നിർണായകം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനും രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ് ഇനി സമ്മാനിക്കാൻ പോകുന്നത്. വീണയുടെ വിചാരണ നടപടികൾ ഉടൻ തുടങ്ങിയാൽ അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി, CMRL MD ശശീന്ദ്രൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള SFIയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. SFIയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അപേക്ഷ കിട്ടിയതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ തുടങ്ങും. ഇത് രാഷ്ട്രീയമായി വലിയ വിവാദങ്ങളിലേക്കും വഴിവെക്കും. കുറ്റപത്രം സമർപ്പിച്ചതോടെ വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. ശശീന്ദ്രൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം CMRലിലെ കേസ് മുന്നോട്ട് വെച്ചാൽ അതിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചേക്കും എന്നുള്ളതും ഉറപ്പാണ്. 182 കോടി രൂപയുടെ വെട്ടിപ്പ് CMRൽ നടന്നെന്നാണ് കണ്ടെത്തൽ. അതിൽ ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ചുകാട്ടി കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയായിരുന്നു വെട്ടിപ്പ് നടന്നത്. ഈ പണം കൈപ്പറ്റിയവരിൽ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. അതിലാണ് ഈ പറഞ്ഞ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡും സസജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്.
മാത്രമല്ല 2024 ജാനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 14 മാസങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടത്തിയിട്ടുള്ളത്. ഏതായാലും എന്തായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ ഇനി നേരിടേണ്ടി വരുമെന്നത് ഈ ഒരു കേസിൽ ഏറെ നിർണായകമാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മൊഴി മുൻപ് എടുത്തിരുന്നു. ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായാണ് വീണ മുൻപ് മൊഴി നൽകിയിട്ടുള്ളത്. ചെന്നൈയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദാണ് അന്ന് വീണയുടെ മൊഴിയെടുത്തത്. നേരത്തെ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ SFIയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. മാസപ്പടി കേസിൽ തനിക്ക് ബന്ധമില്ലെന്നായിരുന്നു വീണയുടെ നിലപാട്. താൻ IT പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ലെന്നും അവർ പറഞ്ഞിരുന്നു. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ CMRലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ജാനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. SFIOയ്ക്കായിരുന്നു അന്വേഷണ ചുമതല. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘത്തെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായും നിശ്ചയിച്ചിരുന്നു. കൊച്ചി മിനറൽ ആൻഡ് റൂട്ടെയിൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. CMRൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് 1.25 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയന്റെയും പിണറായി വിജയനെയും പാർട്ടിയും ഒരുപോലെ വെട്ടിലാക്കിയിരുന്നു. 2017 മുതൽ 2020 കാലയളവിലാണ് CMRൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽ പ്രതിയായ വിവരം പുറത്തുവന്നത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന സമയത്താണ് എന്നുള്ളത് കൂടി ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുഖ്യമന്ത്രി പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കവെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനിടയിലും വീണ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. താനിപ്പോഴും പാർട്ടി അനുഭാവി തന്നെയാണ്. 6-ാം തീയതിയാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസ് അവസാനിക്കുന്നത്. അതുവരെ മധുരയിൽ തന്നെ കാണുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെയാണ് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ ഇടതുമുന്നണിയെ നയിക്കുമെന്ന സൂചനയ്ക്കിടെയാണ് ഇത്തരമൊരു വിവാദ വാർത്തയും ഇപ്പോൾ എത്തുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കം 20 പേരുടെ മൊഴിയാണ് മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശശീന്ദ്രൻ കർത്തിയുടെ മകൻ ശരണസ് കർത്തിയുടെയും മൊഴി അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. CMRന്റെ ഹർജി തള്ളണമെന്നും SFIO സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റന്വേഷണത്തിന് ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് CMRന്റെ ഹർജി. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികൾ കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. CMRന്റെ ഹർജിയെ SFIO എതിർത്തിരുന്നു. SFIO അന്വേഷണ റിപ്പോർട്ട് എവിടെ പോയെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം ആരും അറിഞ്ഞില്ലെന്ന് മാത്രമാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കേന്ദ്രത്തെ അടിക്കാനുള്ള വടിയായി അന്വേഷണം മാറിയിരുന്നു. SFIO വീണ വിജയന്റെ മൊഴിയെടുത്തത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ്. ചെന്നൈയിൽ ഓഫീസിലെത്തി SFIO അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന് മുന്നിലാണ് വീണ വിജയൻ മൊഴി നൽകിയത്. കേസെടുത്ത് 10 മാസത്തിന് ശേഷമാണ് നടപടി. 2 വട്ടം വീണയിൽ നിന്ന് മൊഴിയെടുത്തതായാണ് സൂചന. അതീവ രഹസ്യമായി നടന്ന നീക്കം CPM വൃത്തങ്ങളിൽ നിന്നുമാണ് പുറത്തുപോയത്. പിണറായിക്കെതിരെ നീങ്ങുന്ന ഒരു സംഘം CPMകാരാണ് വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. മകൾക്കൊപ്പം ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഒപ്പമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച രീതിയിൽ എന്താണ് ഇനി അടുത്ത നടപടി? വിചാരണയടക്കം വീണ വിജയൻ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.